ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതിലടക്കം മൊഴി നൽകി എന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം ബുധനാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും എന്നാണ് വിവരം. അനന്തകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, പറയൂ. പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി അന്വേഷണ സംഘം എടുത്തത്. SIT രേഖപ്പെടുത്തിയത്. ഇതിൽ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും ക്ലാരിഫിക്കേഷൻ വേണ്ടിയിരുന്നത്. ഒന്ന്, ഈ 2025 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മഹേഷ് മോഹനര് നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് അങ്ങനെ ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ അനുമതി നൽകിയത്. മാത്രമല്ല, വാതിലും കട്ടളപ്പാളിയും കൊണ്ടുപോകാൻ ഒരു അനുമതി കൂടി തേടിയിരുന്നു. പക്ഷേ അത് ശബരിമല സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നുമാണ് മൊഴി. അതിനൊപ്പം തന്നെ ഈ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റൊദ്ദാം ജ്വല്ലറിയിൽ ഒരു പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അത് മാതൃഭൂമി ന്യൂസാണ് ആ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ പൂജയ്ക്ക് പോകാറുണ്ട് എന്നുള്ള മൊഴിയാണ് നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ അന്വേഷണത്തിന്റെ മൊഴിയെടുപ്പടക്കമുള്ള പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിന്റെ അറസ്റ്റുകൾ അടക്കമുള്ള മൊഴികൾ അടക്കമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ ബുധനാഴ്ച, അതായത് ഡിസംബർ 3-ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണം എങ്ങനെ വേണം, മാത്രമല്ല എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്നുള്ളത് ഉദ്വേഗജനകമാണ്. കാരണം ഇതുവരെയും അതിന്റെ പ്രധാനപ്പെട്ട കാതലായ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത്ര രഹസ്യമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ അത് അതീവ രഹസ്യമായി തന്നെയാണ് കോടതിയെ അറിയിക്കുക. സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ രഹസ്യ നടപടി തന്നെയാകും കോടതിയിലും നടക്കുക. അന്ന് കോടതി ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ കഴിയും എന്താണ് ശബരിമല സന്നിധാനത്ത് സംഭവിച്ചത്, സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് യഥാർത്ഥ വില്ലന്മാർ, എവിടേക്കാണ് ഈ സ്വർണം പോയത് എന്നുള്ളത്. ഇപ്പോഴും സ്വർണം എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തിട്ടമില്ല. പൂജ. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണ സംഘം ബുധനാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും.